നമസ്കാരം. നമ്മുടെ മണിച്ചേട്ടൻ അഭിനയിച്ച കിസാൻ, അതുപോലെ മമ്മൂക്കയുടെ കുട്ടിസ്രാങ്ക്, കൂടാതെ അനമയിലൊട്ടകം, സീനിയർ മാൻഡ്രിക് തുടങ്ങിയ സിനിമകളിൽ പിന്നണി ഗായകനായി ഗാനങ്ങൾ ആലപിച്ച ഒ.യു. ബഷീർ. കൈരളി ടിവിയിലെ പട്ടുറുമാലിലൂടെ നമുക്ക് സുപരിചിതനായ ഒ.യു. ബഷീർക്കെയാണ് സെൻ എന്റർടൈൻമെന്റിലെ ഇന്നത്തെ അതിഥി. അപ്പൊ നമുക്ക് ബഷീർക്കയോട് ചോദിക്കാം. ബഷീർക്ക ആദ്യത്തെ സിനിമ ഏതായിരുന്നു? എല്ലാ പിന്നണി ഗായകരെ പോലെയും ആദ്യത്തെ സിനിമ പുറത്തിറങ്ങിയില്ല. മിനുക്കം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. രണ്ടാമത്തെ സിനിമ ഈ ഭാർഗവി നില എന്ന് പറയുന്ന സിനിമയാണ്. ഒരു പ്രേത സിനിമയായിരുന്നു. പഴയതല്ല, പുതിയത്. അതിലെ പാട്ട് ഏതായിരുന്നു? അതിലെ ഗാനം ഏഴു വർണ്ണക്കുട നിവർന്നു പീലിക്കാവിൽ കൊടിയേറ്റ മേളമുയർന്നു മേളെ വാനത്ത് അങ്ങനൊരു പാട്ടായിരുന്നു. അത് നമ്മുടെ പിന്നണി ഗായിക രാജലക്ഷ്മി ഞാനും ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് പാടി വരുന്നത് ഈ ഒരു പാട്ടിലൂടെ. പട്ടുറുമാലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പട്ടുറുമാലിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് അതിലാണ് കാണുന്നത്. അപ്പൊ അതിനെ കുറിച്ച് രണ്ടു വാക്ക് ഞങ്ങളോട്. അത് കൈരളി ടിവിയിലായിരുന്നു പട്ടുറുമാല്. അതൊരു മത്സരത്തിന്റെ സ്വഭാവമുള്ള മാപ്പിളപ്പാട്ടുകളുടെ ഒരു ബേസ്മെന്റിലായിരുന്നു ആ ഒരു പരിപാടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മലയാളികളുമായിട്ട് കൂടുതൽ അടുക്കാനും ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ ഒരു പക്ഷേ എന്നെ പലരും തിരിച്ചറിയുന്നത് പട്ടുറുമാലിലൂടെയാണ്. പക്ഷേ എപ്പോഴും മാപ്പിളപ്പാട്ടുകൾ മാത്രം പാടുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഗാനങ്ങളെ ഞാൻ പാടൂ എന്നൊരു ധാരണയും പൊതുജനത്തിനുണ്ട്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തപ്പെട്ട് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡല്ലേ ഇത്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്നിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പാട്ട് പാടി തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാമോ? തീർച്ചയായിട്ടും. ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു ഗാനം, മാപ്പിളപ്പാട്ടുകൾ മാത്രം പാടുന്നു എന്നുള്ള ആ ഒരു കാര്യത്തിന് ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലെ ആദ്യ ഗാനം ഒരു സിനിമയിലെ ഗാനം പാടി തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും ഇത് കാണുക, ഷെയർ ചെയ്യുക. മഞ്ഞു പെയ്യുന്ന രാത്രി എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. മഞ്ഞു പെയ്യുന്ന രാത്രി എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. അമ്മ കൈവിട്ട പിഞ്ചു പൈതലൊന്നെൻ മനസ്സിൽ കരഞ്ഞുവോ, എൻ മനസ്സിൽ കരഞ്ഞുവോ. മഞ്ഞു പെയ്യുന്ന രാത്രി എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. സ്വർണ്ണ പുഷ്പങ്ങൾ കയ്യിലേന്തിയ സന്ധ്യയും പോയി മറഞ്ഞു. ഈറനാമതിനോർമ്മകൾ പേറി ഈ വഴി ഞാനലയുന്നു. കാതിലിറ്റിറ്റു വീഴുന്നുണ്ടേതോ കാട്ടുപക്ഷിതൻ നൊമ്പരം. മഞ്ഞു പെയ്യുന്ന രാത്രി എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. പട്ടുറുമാലിനെ പറ്റി നമ്മളോട് പറഞ്ഞല്ലോ. അതില് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചൊരു പാട്ടായിരുന്നു. കംപ്ലീറ്റ് ഡാ വെച്ചുള്ള ഒരു പാട്ടായിരുന്നല്ലോ അത്. അപ്പോൾ ആ പാട്ടിനെ പറ്റി തീർച്ചയായിട്ടും ഇത് ജനാബ് ടി.പി. ഷുക്കൂർ എന്ന് പറയുന്ന പുതിയ പാട്ടെഴുത്തുകാരിൽ ശ്രദ്ധേയനായ ഒരു പാട്ടെഴുത്തുകാരൻ എഴുതിയൊരു പാട്ടാണ്. ബഹ്നസ് പട എന്നാണ് അതിൻ്റെ ഒരു പാട്ട് തുടങ്ങുന്നത്. അങ്ങനെയാണ് അത് കംപ്ലീറ്റ് പറഞ്ഞത് ഷിയ പറഞ്ഞ പോലെ ഡ എന്ന അക്ഷരമാണ്. മാപ്പിളഗാന ശാഖയുടെ ഒരു പ്രത്യേകത ഈ ചടുലമായിട്ടുള്ള ഗാനങ്ങൾ പാടുന്നു എന്നുള്ളതാണ്. അതിൽ വ്യത്യസ്തമായ ഒരു ഗാനം പാടാം. പാടി പട വെട്ടടിയൊപ്പിട ഇടംകുടി വെടിപടി ഇട അടവാടി കൂടി കടയുടഞ്ഞുടു പടയിട വാടിയിൽ കൂടിടുവാൻ വടിവിൽ ആടി പടവിടിയടി കൊടുകിട പടയുടെ തുടക്കമതായി ചുവടിൽ കടകമൊടിടി തടയായി പാടി
പടവെട്ടടിയൊപ്പിട ഇടം കുട്ടി പെട്ടിപ്പട്ടി ഇട അടവാടി കൂടി കടയുടഞ്ഞൊടു പടയിട വാടിയിൽ കൂടിടുവാൻ വടിവിൽ ആടി അടവിടിയടി കൊടുകിട പടയുടെ തുടക്കമതായി ചുവടിൽ കടകമൊടിടി തടയാ. എക്സലന്റ്. താങ്ക് യു. ബഷീർക്ക് ഇപ്പൊ നമ്മളോട് പാട്ടിനെ പറ്റിയുള്ള ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ചു, നമുക്ക് ഈ പാട്ടൊക്കെ പാടി തന്നു. അപ്പൊ ഇനി നമുക്ക് ബഷീർക്കയുടെ ഫാമിലിനെ പറ്റി അറിയാം അല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ വീട് എന്ന് പറയുന്നത് നോർത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നോർത്ത് പറവൂരിൽ കെടാമംഗലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. കെടാമംഗലം എന്ന് പറയുന്നത് ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള കലാകാരന്മാരെ ഗാനകൈരളിക്ക് പരിചയപ്പെടുത്തിയ സ്ഥലമാണ്. കെടാമംഗലം പപ്പുക്കുട്ടി വക്കീൽ, കെടാമംഗലം അലി, കെടാമംഗലം സദാനന്ദൻ, ഈ അവസാന തലമുറയിലിപ്പോൾ ഉള്ള കെടാമംഗലം വിനോദും കെടാമംഗലം സൈനനും കെടാമംഗലം അൻവിനും ഒക്കെ ഉള്ളൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഏറെ സന്തോഷം. കെടാമംഗലത്തിൻ്റെ ഒരു പുത്രനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴും മാപ്പിളപ്പാട്ടിലൂടെ ശ്രദ്ധിക്കപ്പെടുമ്പോഴും ഒരു ഗായകൻ എന്ന നിലയിൽ നിങ്ങൾ നൽകുന്ന സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ് ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ പ്രേരക ശക്തി. അപ്പോൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായിട്ട് സംവേദിക്കാൻ കഴിയുന്നത് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ അടുത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ മണിച്ചേട്ടന് കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഒക്കെ ഉണ്ടായിന്ന് നമ്മൾക്കറിയാം. അപ്പൊ അതിനെ പറ്റിയിട്ട് ഇക്കടെ ഒരു മണിച്ചേട്ടൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പാടും, അഭിനയിക്കും, എഴുതും, എന്തും ഒരു കലയുടെ സമസ്ത മേഖലകളിലും വിരാജിച്ചിരുന്ന ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു കലാഭവൻ മണി. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ ഒരു വലിയ പുണ്യമായിട്ട് കിട്ടുന്നു. ഒരുപക്ഷെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ ഡ്യൂറേഷനും ഒരു 10 എപ്പിസോഡ് പറഞ്ഞാൽ തീരാത്ത അത്രയും വിശേഷങ്ങൾ മണിച്ചേട്ടനുമായിട്ട് എനിക്ക് പറയാനുണ്ടാവും. അത് നാട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ വിദേശത്തായിക്കോട്ടെ ഒരുപാട് വിശേഷങ്ങൾ. നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു കലാകാരനായിരുന്നു. ആ വേറുപാടിന് മുന്നിൽ നമിക്കുന്നു. അങ്ങനെ പറയാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. മണിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ മണിച്ചേട്ടൻ്റെ കൂടെ ഒരു സിനിമയിൽ പാടി അഭിനയിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം, കിസാൻ എന്ന സിനിമയിൽ ഇക്ക പാടി അഭിനയിച്ചു. അപ്പോൾ ആ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി ആലപിക്കാമോ? തീർച്ചയായിട്ടും ഷിയ. ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ എസ്റ്റാബ്ലിഷ് ആയ പാട്ടുകാർക്കാണ് അങ്ങനെ സിനിമയിലേക്ക് ദാസേട്ടനൊക്കെ അങ്ങനെ പാടി അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു പുതിയ പാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അത് മണിച്ചേട്ടനോടുള്ള നമ്മുടെ ആത്മബന്ധത്തിൻ്റെ ഇതൊരു പ്രതിഫലനമായിരിക്കും. ഒരു പക്ഷേ ആ ചിത്രത്തിലൂടെ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടി. അതൊരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കഥ ആയിരുന്നു. അപ്പോൾ ആ ചടുലമായിട്ടുള്ള ഒരു രീതിയിലുള്ള ജോൺസൺ സാറിൻ്റെ സംഗീത സംവിധാനത്തിൽ ആദിച്ചമ്പട അങ്കപ്പുലികളി കുറുമനു ചെറുമനു പൊരിപയറൊരു അരമണി എരിമണി ചെറുപയറൊരു മണി തറുതല പറയണ മറുതറിന് കുടുവലി വന്നു തിനച്ചു മരിച്ചു നടക്കണ മായാണ്ടിപ്പട പാഞ്ഞു വരുന്നേ ഹോയ്. ആദിച്ചമ്പട അങ്കപ്പുലികളി കുറുമനു ചെറുമനു പൊരിപയറൊരു അരമണി എരിമണി ചെറുപയറൊരു മണി തറുതല പറയണ മറുതനു കുറുവലി മണ്ണു കിളച്ചു മരിച്ചു നടക്കണ മായാണ്ടിപ്പട പാഞ്ഞു വരുന്നേ ഹോയ്. ഇങ്ങനെയായിരുന്നു ആ പാട്ടും പറച്ചിലുമായിട്ട് സെൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ടൈമായി. ഇക്കാടെ ഇത്രയും വിലപ്പെട്ട സമയം നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഇക്കായ്ക്ക് നമ്മുടെ സെൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഒരുപാട് പാട്ടും വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. നന്ദി. കണ്ണു ചിമ്മുന്ന താരകങ്ങളെ നിങ്ങളിൽ തിരയുന്നു ഞാൻ. എന്നിൽ നിന്നുമകന്നൊരാ സ്നേഹ സുന്ദരമുഖ ഛായകൾ വേദനയോടെ വേർപിരിഞ്ഞാലും മാധുര്യം പോകുമോർമകൾ. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ. അമ്മ കൈവിട്ട പിഞ്ചു പൈതലൊന്നെൻ മനസ്സിൽ കരഞ്ഞുവോ, എൻ മനസ്സിൽ കരഞ്ഞുവോ. മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എൻ്റെ മൺചിരാതും കെടുത്തി ഞാൻ.